ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കുംഭമേളയിലേക്ക്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ചില അപസ്വരങ്ങളായിട്ട് ചില കാര്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ സംശയിക്കേണ്ടതുണ്ടോ? വിജയനാഥെ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. BJP ഗവൺമെൻറ് മോദി രണ്ടാമത് വന്നതിന് ശേഷം എപ്പോഴൊക്കെ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങുന്നുവോ അതിന് തൊട്ടു തല്ലുന്നൊരു വെടിപൊട്ടും. അതായത് നമ്മുടെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആറാട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വെടിമുഴക്കം, നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ ഒരു വെടിമുഴക്കം. ചിലപ്പോൾ തലേദിവസമായിരിക്കാം, ചിലപ്പോൾ 2 ദിവസം മുമ്പായിരിക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോർജ് സൊറോസ്, അദ്ദേഹത്തിൻ്റെ മാധ്യമം, ആഗോള മാധ്യമം ഉണ്ടല്ലോ, അമേരിക്കയ്ക്ക് 50% ഷെയറുള്ള മാധ്യമം, അതുപോലെ തന്നെ ഹിൻഡൻബർഗ്, ലോകത്തിലുള്ള കോർപ്പറേറ്റ് അഴിമതികൾ അന്വേഷിക്കുക എന്നുള്ള വ്യാജേന അമേരിക്കൻ വ്യവസായങ്ങളെ പോഷിപ്പിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കൊണ്ട് നമ്മുടെ അദാനിയെയൊക്കെ തകർക്കാൻ നോക്കിയ ആ വലിയ ഭീമന്മാർ അത് പൂട്ടിക്കെട്ടി. അവർ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്നത് പോലെ അവർ തകർന്ന് കരിപ്പണമായി. ഇപ്പോൾ ഹിൻഡൻബർഗിൻ്റെ വായ മൂടപ്പെട്ട് കഴിഞ്ഞു. സൊറോസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കും എന്നുള്ള മട്ടില്ല, അങ്ങോട്ട് ഏൽക്കുന്നില്ല. അപ്പം അങ്ങനൊരു അവസരത്തിലാണ് ഇന്നിപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം, ബജറ്റ് സമ്മേളനം തുടങ്ങുന്നത്. അപ്പോൾ ഒരു ഇഷ്യൂ ഇല്ല പാർലമെൻറ്റിന് മുമ്പിൽ, നല്ല ഭംഗിയായിട്ട് കുംഭമേള നടന്നു വരികയാണ്. ഒരു ഇഷ്യൂവും വിവാദങ്ങളും കുത്തിപ്പോക്കാൻ അവിടെ ഇല്ല. പെട്ടെന്നാണ് അശനിപാതം പോലെ ഒരു സംഭവം അവിടെ നടക്കുന്നു. എത്ര ലക്ഷം പേരാണ് ഒരേ സമയം അവിടെ മുങ്ങി പുണ്യം നേടി എന്ന് വിശ്വസിച്ച് പോകുന്നത്. അവിടെ പൊടുന്നനെ ഇടുത്തി പോലെ ഒരു സംഭവം. രാത്രിയുടെ അവസാന യാമം പോലും ആയിട്ടില്ല, ആദ്യ യാമം പോലും ആയിട്ടില്ല, രാത്രി 1:30 ഒരു ദുരന്തം. 30 പേര് മരിച്ചു. സ്റ്റാമ്പീഡ് എന്നാണ് പറയുന്നത്. സ്റ്റാമ്പീഡ് എന്ന് പറഞ്ഞാൽ യമുനാ നദി ഇങ്ങനെ ഒഴുകുന്നത് പോലെ അപ്രതിഹതമായിട്ടുള്ളൊരു പ്രവാഹമാണ്. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ശക്തമായിട്ടുള്ള തള്ളലിൽ ജനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർ നിൽക്കണമെന്ന് വിചാരിച്ചാലും നിൽക്കാൻ പറ്റില്ല. കാരണം വെള്ളം ഇങ്ങനെ ഗംഗാ നദിയുടെ അപ്രതിഹതമായിട്ടുള്ള പ്രവാഹം ഇങ്ങനെ വരുന്നത് പോലെ കുത്തി ഒലിച്ച് കൊണ്ടുപോവുകയാണ് ആൾക്കൂട്ടത്തെ. അതിനാണ് നമ്മൾ സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത്. ആ സ്റ്റാമ്പീഡിൽപ്പെട്ട് വീണ് കഴിഞ്ഞവരെ രക്ഷിക്കാൻ പുറകെ വരുന്നവർക്ക് പറ്റില്ല. കാരണം അവരല്ല നടക്കുന്നത്, പുറകിൽ നിന്ന് വരുന്ന ആ ഒരു സമ്മർദ്ദമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. ചവിട്ടി അങ്ങനെയൊക്കെ ആണ്ട് 30 പേരോളം അങ്ങ് മരിച്ചു. പലർക്കും പരിക്കേറ്റ് കാണും. ഈ സംഭവം എന്താ? രാത്രി 1:30 ഇവർ ആ നദിയുടെ തീരത്ത് സ്നാനഘട്ടങ്ങൾക്ക് സമീപം കിടന്നുറങ്ങുകയായിരുന്നു. പുലർച്ചെ കുളിക്കുന്നത് എപ്പോഴാണ്? ബ്രാഹ്മ മുഹൂർത്തത്തിൽ. 3 മണിയാണ് അതിൻ്റെ സമയം അല്ലേ? അതെ. 3 മണിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ കിടന്ന 1:30 ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെഗാഫോണിലൊരു മൈക്കിലൂടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ DIG ഓഫ് പോലീസ് വിളിച്ചു പറയുകയാണ്, ഓം തീർത്ഥാടകരെ, നിങ്ങളിപ്പോൾ പോയാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കുളിക്കാം, അല്ലെങ്കിൽ ആളുകളെല്ലാം കൂടെ വന്ന് നിങ്ങളെ ചവിട്ടിക്കൊണ്ടുപോകും. ഒരു അനൗൺസ്മെൻറ്റ് ഒരിക്കലും അസംഭാവ്യമായ കാര്യമാണ്. കാരണം ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വിശ്വാസപ്രകാരം രാത്രി 1:30 എന്ന് പറയുന്നത് ഈ നദിയിലിറങ്ങാൻ പറ്റിയ സമയമല്ല. എന്തുകൊണ്ട്? നദി അപ്പോൾ ഉറങ്ങുകയാണ്. നദി ജീവനുള്ളൊരു വസ്തുവായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതാണല്ലോ ഗംഗാദേവി എന്നൊക്കെ വിളിക്കുന്നത്. യമുനയും അത് ഒരു ആളായിട്ടാണ് സങ്കല്പിക്കുന്നത്. സരസ്വതിയും അത് തന്നെ, അതാണ് അങ്ങനെ പേരിട്ടിരിക്കുന്നത് തന്നെ. ആ സമയം നദി ഉറങ്ങുകയാണ്. അവരെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭൂമിയിൽ ഒന്നിനു പോലും ഉപദ്രവം ഏൽപ്പിക്കാൻ സനാതനധർമ്മം ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ 1:30 പോവുക എന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസപ്രകാരം തെറ്റാണ്. നദി ഉറങ്ങുന്ന സമയം. ഇത് ബയോളജിക്കലായിട്ടും ശരിയാണ് വിജയനാഥ്. എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നദിയിലുള്ള എല്ലാ അതിൻ്റെ ഇക്കോസിസ്റ്റം അങ്ങനെ എല്ലാ ജീവികളും വിശ്രമിക്കുന്ന സമയമാണ്. ശ്വസിക്കുന്നുണ്ടാവാം, നമ്മളും ശ്വസിക്കുന്നുണ്ടല്ലോ ഉറക്കത്തിൽ. ആ ശ്വാസം മാത്രമേ ഉള്ളൂ അവിടെ. ഒറ്റ ജീവിയും ഈ പരാക്രമിയായിട്ട് അവിടെ വന്ന് നമ്മുടെ ഈ കരയിൽ കാണുന്ന നൊക്ടേണൽ എന്ന് പറയുന്ന രാത്രിഞ്ചരായ ജീവികളെ പോലെ ഇര തേടി അവിടെ പോകുന്നില്ല. ആ ഇക്കോസിസ്റ്റം അങ്ങനെയാണ്, അതിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഈ
ചില രാത്രിഞ്ചരായ ഈ മൂങ്ങയെ പോലുള്ള ജീവികളെ പോലെ രാത്രിയിൽ പ്രകാശം വർഷിക്കുന്ന കണ്ണുകൾ അവയ്ക്ക് കാണും. അതൊന്നുമില്ല, ആ ജീവി ആ അഡാപ്റ്റേഷൻ ഇല്ല അവിടെ. അപ്പം നദി ഉറങ്ങുകയാണെന്നുള്ളത് ബയോളജിക്കലായിട്ടും ശരിയാണ്. വെള്ളം മാത്രം ഇങ്ങനെ ഒഴുകി പോകുന്നു, ജീവികളെല്ലാം ഉറക്കത്തിലാണ്. അപ്പോൾ ആ ജീവികളുടെ നിദ്രയെ ഭംഗപ്പെടുത്താൻ ഒരു തീർത്ഥാടകൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മുടെ സനാതനധർമ്മ സങ്കല്പം. ഭാരതത്തിൻ്റെ ഏതെങ്കിലും മതത്തിൻ്റെ ഇല്ല. അതാണ് ഒരു ജീവിക്ക് ഉപദ്രവം. ഒരു ജീവിയെയും അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം സനാതനധർമ്മത്തിൻ്റെ. ഇതിനെക്കുറിച്ച് വിവരമില്ല, ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്തോ വലിയ മഹാഭാവമാണ് സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ജീവിയെപ്പോലും അതിൻ്റെ ഉറക്കത്തിൽ പോലും ഉണർത്താൻ ആഗ്രഹിക്കാത്ത തീർത്ഥാടകരാണ് ഇവിടെയുള്ളത്. അല്ലാതെ ചെവിയിലോട്ട് മന്ത്രം ഓതിക്കൊണ്ട് വെട്ടിക്കൊന്ന് അവിടെ ഇട്ടിട്ട് ആ രീതിയിലുള്ള ഒരു ജന്തുസ്നേഹമല്ല ഇവിടെ ഉള്ളത്. അപ്പോൾ അവരൊരിക്കലും 1:30 എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ആൻ അഗസ്റ്റ് ടൈം, ഇറ്റ് ഈസ് നോട്ട് ആൻ ഒസ്പീഷ്യസ് ടൈം. ശുഭമുഹൂർത്തമല്ല കുളിക്കാൻ. ഇവന് ഈ രാത്രി കിടന്ന് ഉറങ്ങേണ്ട കാര്യം, എന്നാൽ രാത്രിയിലും പോയാൽ കുളിക്കരുതോ? എന്തിനാണ് പിന്നെ അവിടെ നിന്ന് ഉറങ്ങിയത്? എന്നിട്ടോ പറഞ്ഞതെന്താ, സന്യാസിമാരോടൊപ്പം കുളിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോയി, അതുകൊണ്ടായി കുഴപ്പമുണ്ടായി. തെറ്റ്. സന്യാസിമാർ ആ സമയത്ത് പോവില്ല. അവർ ഉറക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രാഹ്മ മുഹൂർത്തത്തിലേ പോകൂ, കുളിക്കൂ. നമ്മുടെ പരാശരമുനിയും അതുപോലെ തന്നെ നമ്മുടെ വ്യാസനും അതുപോലെ തന്നെ വാത്മീകിയും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളത് പുരാണ കഥകളിലെല്ലാം അങ്ങനെയാണ്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ സന്യാസിമാർ, ഋഷിമാർ ഒക്കെ പോയിട്ടുള്ള കഥകളെ വായിച്ചിട്ടുള്ളൂ. അതാണ് എൻ്റെ സങ്കല്പം. അത് തെറ്റിക്കൂടാ. ഈ പോലീസുകാരനെ തെറ്റിക്കാൻ അവകാശമില്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ അയാൾ എന്തിനത് പറഞ്ഞു? അപ്പോൾ അത് ബോധപൂർവമായിരുന്നു. ബോധപൂർവം അയാളൊരു മാർക്സിസ്റ്റുകാരനാണെന്നാണ് പറയുന്നത്. ഇത് ഭംഗിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ സനാതന ധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇയാൾ സ്വരുക്കൂട്ടിയ ഒരു സംഭവമാണ്. ശരിക്കും രാഹുൽ ഗാന്ധി കോൺഗ്രസ്സുകാരനല്ല, മാർക്സിസ്റ്റുകാരനാണ്. ശരിക്കും മാർക്സിസ്റ്റുകാരനാണ്. ഒരു നഗര നക്സലൈറ്റാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആശീർവാദം. ഇപ്പം അവിടെ യു പിയിലെ പോലീസ് എന്ന് പറയുന്നത്, യു പിയിൽ പോലീസുകാരിൽ യാദവന്മാർ കാണും, എസ് പിയോട് കൂറുള്ള ആൾക്കാർ കാണും. അവരൊപ്പിച്ച് ഒരു പണിയാകാനേ വഴിയുള്ളൂ. തന്നെയല്ല എന്തുകൊണ്ട് ഈ കുംഭമേള ഇത്രയായിട്ട് വരെ നടത്തിയില്ല? കാരണം പാർലമെൻറ്റ് സമ്മേളനം അടുത്ത് വരുന്ന സമയത്ത് തന്നെ അതുമായിട്ട് യോജിച്ചു പോകാൻ വേണ്ടി കണ്ടെത്തിയ സമയമാണ്. അതുവരെ കുഴപ്പമില്ല. യോഗിയെ ഒന്ന് താറടിക്കണം, മക്കാറാക്കണം. മോദിയെ ഒന്ന് മക്കാറാക്കണം. അമിത്ഷായെ ഒന്ന് മക്കാറാക്കണം. വളരെ ഗംഭീരമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒന്നിനെ നശിപ്പിക്കാൻ വേണ്ടി പാർലമെൻറ്റിൽ ബഹളവും ഒച്ചയുണ്ടാക്കി അവർക്ക് ഇറങ്ങി ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാഹചര്യമാണത് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുക. ടൈമിങ് അങ്ങനത്തതാണ്. അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും യോഗി ആദിത്യനാഥ് വിടുകയില്ല. അന്വേഷണം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിലെത്തിക്കും എന്ന് മാത്രമല്ല, ഇത് ആര് ആസൂത്രണം ചെയ്താലും അവരുടെ അനന്തര തലമുറകളുടെ കാലത്തോളം അവർ ഓർക്കുന്ന രീതിയിലുള്ള ശിക്ഷ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതതിൻ്റെ വഴിക്ക് പോവും. ഇപ്പോൾ തന്നെ ഉന്നതതല സംഘം അവിടെ സന്ദർശനം നടത്തി. ആളുകൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉറങ്ങുന്ന ആൾക്കാരുടെ മുകളിൽ കൂടാണ് പോയി അവരെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആസൂത്രിതമായിട്ടുള്ള അനൗൺസ്മെൻറ്റ് ഇത് അപകടം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെൻ്റ് അല്ല, ഒരാൾ ചെയ്ത ചതിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.